ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. അത് നമ്മൾ ഭൗതികശാസ്ത്രമായിട്ട് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതായത് വശത്തിൻ്റെ നീളം 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ എന്നിങ്ങനെ തുടരുന്ന സമചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള ഇരുമ്പുകളുണ്ട്. ഇരുമ്പ് കട്ടകളാണ്. സമചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള ഇരുമ്പ് കട്ടകളുണ്ട്. വശത്തിൻ്റെ നീളം എത്രയാണ്? 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, അതായത് ക്യൂബുകളാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്. എ ക്വസ്റ്റ്യൻ, വശങ്ങളുടെ ശ്രേണി എഴുതുക. ബി ക്വസ്റ്റ്യൻ, വ്യാപ്തങ്ങളുടെ ശ്രേണി എഴുതുക. സി ക്വസ്റ്റ്യൻ, പിണ്ഡങ്ങളുടെ ശ്രേണി എഴുതുക. പിണ്ഡം അല്ലെങ്കിൽ മാസ്, അതിനെ ഈ ഒരു കേസിൽ ഭാരം എന്നാണ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഭാരങ്ങളുടെ ശ്രേണി എഴുതുക. ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ ചെയ്യുന്നു നോക്കാം. അപ്പോൾ ശ്രേണി നമ്മുടെ ജീവിതത്തിൽ പല രംഗത്തും കടന്നു വരുന്നുണ്ട്. നമ്മുടെ നിത്യ ജീവിതത്തിൽ കാണാവുന്ന ചില ഉദാഹരണങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കണ്ണോടിച്ചത്. ഭൗതിക ശാസ്ത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉദാഹരണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ശ്രേണിക്ക് ഉദാഹരണങ്ങൾ, ഗണിതത്തിൻ്റെ കേസിലുള്ള ഉദാഹരണങ്ങൾ തൊട്ട് മുമ്പ് നമ്മൾ കുറച്ചൊക്കെ ചർച്ച ചെയ്തു. ഈ ഒരു കേസിൽ എങ്ങനെയാണ് ഈ ശ്രേണി പോകുന്നതെന്നാണ് നോക്കേണ്ടത്. 3 ശ്രേണിയാണ് ഉള്ളത്. അതിൽ നമുക്ക് ഒരു കാര്യം കൂടെ, ഇതിൽ നമുക്ക് അറിയാവുന്നൊരു കാര്യം, അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അത് തന്നിട്ടുള്ളത് ഇരുമ്പിൻ്റെ സാന്ദ്രത 7.8 ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. അതായത് 7.8 ഗ്രാം പെർ ഘന സെൻറ്റിമീറ്റർ ആണ് എന്ന് തന്നിട്ടുണ്ട്. അതായത് ഒരു ഘന സെൻറ്റിമീറ്റർ ഇരുമ്പെടുക്കുകയാണെങ്കിൽ അതിൽ 7.8 ഗ്രാം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. ഒരു ഘന സെൻറ്റിമീറ്റർ അളവെടുക്കുകയാണെങ്കിൽ ഒരു ഘന സെൻറ്റിമീറ്റർ അളവിൽ 7.8 ഗ്രാം ഇരുമ്പ് അടങ്ങിയിരിക്കുന്നതാണ് അതിൻ്റെ മീനിങ് ഉള്ളത്. അത് നമുക്ക് ഇരുമ്പിൻ്റെ സാന്ദ്രതയായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഏകദേശം 7.8 ഗ്രാം പെർ ഘന സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ സാന്ദ്രത എന്ന്. അത് ക്വസ്റ്റ്യനിൽ തന്നും ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചോദ്യം ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. സാന്ദ്രത നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഡെൻസിറ്റി എന്നാണ് പറയുക. മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി. അതായത് മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി. അങ്ങനെയാണെങ്കിൽ മാസ് കാണുന്നതിന് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ചെയ്താൽ മതി. മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി. മാസ് കാണുന്നതിന് ഡെൻസിറ്റി ഇൻറ്റു വോളിയം കണ്ടാൽ മതി. ഈ ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസർ എഴുതാം. അല്ലെങ്കിൽ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഘന സെൻറ്റിമീറ്ററിൽ 7.8 ഗ്രാം ഇരുമ്പാണ് അടങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 സെൻറ്റിമീറ്റർ ക്യൂബിൻ്റെ 3 സെൻറ്റിമീറ്റർ ക്യൂബിലൊക്കെ അടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ അളവ് നമുക്ക് കണ്ടെത്തിക്കൂടെ? നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് മാസ് കണ്ടെത്താൻ പറ്റും. ടെക്സ്റ്റിൽ അത് ഭാരം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഗുണിച്ചാൽ മതി നേരിട്ട്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ നമുക്ക് വോളിയം കിട്ടിക്കഴിഞ്ഞാൽ
3 സമചതുര കട്ടയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഓരോന്നിനെയും വോള്യത്തെ, അതായത് വ്യാപ്തത്തെ സാന്ദ്രത കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പിണ്ഡം കിട്ടും, അതായത് ഭാരം കിട്ടും. ഇത് നമുക്ക് മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ പിണ്ഡം ബൈ വ്യാപ്തം ഈസ് ഈക്വൽ ടു സാന്ദ്രത. അപ്പോൾ പിണ്ഡം കാണണമെങ്കിൽ സാന്ദ്രത ഇൻറ്റു വ്യാപ്തം. അപ്പോൾ നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. പിണ്ഡത്തിൻ്റെ ശ്രേണികൾ കാണാം, അല്ലെങ്കിൽ ടെക്സ്റ്റിലെ കേസിൽ ഭാരം എന്നാണ് പറഞ്ഞത്. ഭാരത്തിൻ്റെ അളവുകൾ കാണാൻ, ശ്രേണി കാണാൻ വ്യാപ്തങ്ങൾ കണ്ടിട്ട്, ഓരോ സമചതുരക്കട്ടൻ്റെയും വ്യാപ്തങ്ങൾ കണ്ടിട്ട് സാന്ദ്രത കൊണ്ട് ഗുണിച്ചാൽ മതി. സാന്ദ്രത 7.8 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഈ ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ആൻസറിലേക്ക് കടക്കാം. ഈ ചോദ്യത്തിൽ എ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഇതിലെ സമചതുര കട്ടയുടെ വശത്തിൻ്റെ നീളം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് വശത്തിൻ്റെ നീളം എത്രയാണ്. വശത്തിൻ്റെ നീളം തന്നിട്ടുള്ളത് 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ. ഇത് വേണമെങ്കിൽ തുടർന്ന് പോവുകയും ചെയ്യാം. ബി ക്വസ്റ്റ്യൻ വ്യാപ്തങ്ങളുടെ ശ്രേണി. എത്രയായിരിക്കും വ്യാപ്തങ്ങൾ വരിക? സമചതുര കട്ട നിങ്ങൾ പഠിച്ചതായിരിക്കും. സമചതുര കട്ടൻ്റെ വ്യാപ്തം എങ്ങനെ കാണും? സമചതുര കട്ടൻ്റെ ആകൃതി ഒരു ത്രിമാന രൂപമാണ്. ഇത് എ ആണെങ്കിൽ എ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ സെയിം ആയിരിക്കും വരിക. അതുകൊണ്ട് ഇത് 1 ആണെങ്കിൽ ഇതും 1, ഇതും 1. നമ്മൾ സമചതുരക്കട്ടയുടെ വ്യാപ്തം പഠിച്ചിട്ടുള്ളതാണ്. 9ാം ക്ലാസ്സിൽ സ്തംഭങ്ങളുടെ വ്യാപ്തം പഠിച്ചതായിരിക്കും സമചതുരക്കട്ടയുടെ വ്യാപ്തം. ഏതൊരു സ്തംഭത്തിൻ്റെയും വ്യാപ്തം കാണുന്നതിന് പാദപരപ്പളവിനെ ഉയരം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ പാദപരപ്പളവ് a ഇൻറ്റു എ സ്ക്വയർ ആണ്. ഉയരം എ ആണ്. പാദപരപ്പളവ് ഇൻറ്റു ഉയരം എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ഇൻറ്റു എ എന്ന് വരും. എ ക്യൂബ് ആയിരിക്കും ആൻസർ വരിക. എ ഇൻറ്റു എ ക്യൂബാണ് ആൻസർ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എ ആണ് വശമെങ്കിൽ എ ക്യൂബ്, അങ്ങനെയാണെങ്കിൽ 1 ആണ് വശമെങ്കിൽ എന്തായിരിക്കും വ്യാപ്തം വരിക? യെസ്, 1ൻ്റെ ക്യൂബ്. 1ൻ്റെ ക്യൂബ് പറഞ്ഞാൽ 1 ഇൻറ്റു 1 എത്ര പ്രാവശ്യം ഗുണിച്ചാലും ആൻസർ 1 തന്നെയായിരിക്കും കിട്ടുക. 2 ആണ് വശമെങ്കിൽ ആ സമചതുരക്കട്ടയുടെ വ്യാപ്തം എന്തായിരിക്കും? 2ൻ്റെ ക്യൂബ്, അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 2, 2 2 4, 4 2 8. 3 ആണ് വശമെങ്കിൽ എന്തായിരിക്കും വ്യാപ്തം വരിക? 3ൻ്റെ ക്യൂബ്. എ ആണെങ്കിൽ എ ക്യൂബ്, 1 ആണെങ്കിൽ 1 ക്യൂബ്, 2 ആണെങ്കിൽ 2 ക്യൂബ്, 3 ആണെങ്കിൽ 3 ക്യൂബ്. 3ൻ്റെ ക്യൂബ് പറയുമ്പോൾ ചില കുട്ടികൾ 3ൻ്റെ ക്യൂബ് കാരണം 9 എന്ന് എഴുതി വെക്കും. 3 പ്രാവശ്യം കൂട്ടിയാണ് അവർ എഴുതുന്നത്. അത് ശരിയല്ല. അതുപോലെ 2ൻ്റെ ക്യൂബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 എന്ന് ഉത്തരം എഴുതുന്ന കുട്ടികളുണ്ട്. ശരിയല്ല. 2 ഇൻറ്റു 2 ഇൻറ്റു 2 3 പ്രാവശ്യം ഗുണിക്കുകയാണ് വേണ്ടത്. 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 9, 9 3 27 ആൻസർ കിട്ടുക. ഇങ്ങനെയാണ് വ്യാപ്തങ്ങളുടെ ശ്രേണി മുന്നോട്ട് പോകുക. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സി ക്വസ്റ്റ്യൻ പിണ്ഡങ്ങളുടെ ശ്രേണി, അഥവാ ടെക്സ്റ്റിൽ പറഞ്ഞതുപോലെ ഭാരങ്ങളുടെ ശ്രേണി.
എത്ര ആയിരിക്കും വരിക? അതാണ് നമ്മൾ പറഞ്ഞത്. ഒരു ഘന സെൻറ്റിമീറ്ററിൽ, ഇതൊക്കെ ഘന സെൻറ്റിമീറ്റർ, ഒരു ഘന സെൻറ്റിമീറ്റർ ക്യൂബ്, 8 ഘന സെൻറ്റിമീറ്റർ ക്യൂബ്, 27 ഘന സെൻറ്റിമീറ്റർ ക്യൂബ്. വ്യാപ്തത്തിൻ്റെ യൂണിറ്റ് ഘന സെൻറ്റിമീറ്ററിലാണ് പറയാം. അതുകൊണ്ട് ഒരു ഘന സെൻറ്റിമീറ്ററിൽ 7.8 ഗ്രാമാണ് ഇരുമ്പടങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു ഘന സെൻറ്റിമീറ്ററിൽ 7.8 ഗ്രാം. അങ്ങനെയാണ് 8 ഘന സെൻറ്റിമീറ്ററാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണ് 8 ഘന സെൻറ്റിമീറ്ററിൽ എത്ര ഇരുമ്പടങ്ങിയിരിക്കും? 8 × 7.8. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു പെന്നിന് 10 രൂപയാണെങ്കിൽ 8 പെന്നിന് എത്ര രൂപയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 × 8 എന്ന് ചെയ്യുന്നത് പോലെ തന്നെ ഒരു സെൻറ്റിമീറ്റർ ക്യൂബിന് 7.8 ഗ്രാമാണ് എങ്കിൽ 8 ഘന സെൻറ്റിമീറ്ററിൻ്റെ പിണ്ഡം വരിക 8 × 7.8. അതേപോലെ ഇവിടെ വരിക 27 × 7.8. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8-നെ 7.8 കൊണ്ട് ഗുണിക്കാം, 27-നെ 7.8 കൊണ്ട് ഗുണിക്കാം. അത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പം വശത്തിൻ്റെ ശ്രേണി 1, 2, 3 ഇങ്ങനെയാണ് തുടരുന്നത്. വ്യാപ്തം 1, 8, 27 എന്നിങ്ങനെയാണ് തുടരുന്നത്. ഭാരം 7.8, 8 × 7.8, 27 × 7.8 എന്ന രീതിയിലാണ് ഈ ശ്രേണി മുന്നോട്ട് പോകുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 7.8, 8 × 7.8 ഗുണിച്ച് നോക്കണം. ഏകദേശം 62.4 വരും. അതുപോലെ തന്നെ 27 × 7.8 എടുത്തു കഴിഞ്ഞാൽ ഗുണിച്ചു കഴിഞ്ഞാൽ 210.6 എന്നായിരിക്കും ആൻസർ കിട്ടുക. ഇതാണ് ഭാരങ്ങളുടെ ശ്രേണി. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ക്ലിയർ ആയി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വശത്തിൻ്റെ നീളം 1, 2, 3 എന്നിങ്ങനെ തുടരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണ്. ഈ ശ്രേണിക്ക് എന്തായിരിക്കും പ്രത്യേകത? അതൊരു പ്രത്യേക നിയമം അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 1, 8, 27 എന്തായിരിക്കും ആ ശ്രേണീൻ്റെ പ്രത്യേകത? നമ്മൾ നേരത്തെ 1, 4, 9, 16 ഇങ്ങനെ ഒരു ശ്രേണി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും 1, 4, 9, 16. ആ ശ്രേണികളപ്പം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളാണ്. ഇവിടെ 1, 8, 27 എന്ന് പറഞ്ഞിട്ടുള്ള ശ്രേണിയാണിത്. ഇത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബാണ്, അതായത് 3-ാം കൃതിയാണ്. 1-ന്റെ ക്യൂബ് 1 × 1 × 1 1, 2-ന്റെ ക്യൂബ് 8, 3-ന്റെ ക്യൂബ് 27. ഈ ശ്രേണി എന്ന് പറയുന്നത് ഫസ്റ്റത്തെ 7.8, ഇവിടെ 8 × 7.8, 27 × 7.8. ആ ശ്രേണിൻ്റെ പ്രത്യേകത ഇതാണ്. വ്യാപ്തത്തെ 7 തൊട്ട് മുമ്പത്തെ ശ്രേണിയിലുള്ള വ്യാപ്തത്തെ 7.8 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ശ്രേണിയാണ് ആ ശ്രേണി. മറ്റൊരു ശ്രേണി നമുക്ക് പറയുകയാണെങ്കിൽ അഭാജ്യ സംഖ്യകളുടെ ശ്രേണിയാണ്. എന്താണ് അഭാജ്യ സംഖ്യകൾ? അഭാജ്യ സംഖ്യകൾക്ക് 2 ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഒന്ന് അതേ സംഖ്യയും മറ്റൊന്ന് 1. ഈ 2 സംഖ്യകൾ മാത്രമേ അവക്ക് ഘടകങ്ങളായിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനത്തെ സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ. അതായത് 2 ഘടകങ്ങൾ ഉണ്ടായിരിക്കും. 2-ൽ കുറയാനും പാടില്ല, 2-ൽ കൂടാനും പാടില്ല. അങ്ങനത്തെ സംഖ്യകൾക്കാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ 1-ാമത്തെ അഭാജ്യ സംഖ്യ ഏതായിരിക്കും? 2 ഘടകം ഉണ്ടാവണം, 2-ൽ കൂടാൻ പാടില്ല. ഇങ്ങനത്തെ സംഖ്യകളാണ് അഭാജ്യ സംഖ്യകൾ. ഉദാഹരണമായിട്ട് ഏത് പറയാൻ പറ്റും നമുക്ക്? 10 ഒരു അഭാജ്യ സംഖ്യയായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? 10-നെ നമുക്ക് അഭാജ്യ സംഖ്യയായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്?
10ന് നമുക്ക് ഒരുപാട് ഘടകങ്ങൾ കാണാൻ പറ്റും. 1 10ൻ്റെ ഘടകമാണ്, 10 ഘടകമാണ്. അത് മാത്രമല്ല ഘടകങ്ങളുള്ളത്. 1ഉം അതേ സംഖ്യയും മാത്രമല്ല 10ന് ഘടകങ്ങളുള്ളത്. 2 അതിൻ്റെ ഘടകമാണ്. കാരണം 2 × 5 10ആണ്. അതുപോലെ 5ഉം ഘടകമാണ്. കാരണം 2 × 5 10 ആയതുകൊണ്ട് 5ഉം 2ഉം അതിൻ്റെ ഘടകങ്ങളാണ്. അപ്പോൾ 2 ഘടകങ്ങളല്ല, 1ഉം അതേ സംഖ്യയല്ല ഘടകങ്ങളുള്ളത്. അതുകൊണ്ട് 10 എന്തല്ല, അഭാജ്യ സംഖ്യയല്ല. അപ്പോൾ ആദ്യത്തെ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കും? നമ്മൾ പഠിച്ചതാണ്. ഏതായിരിക്കും ഒന്നാമത്തെ അഭാജ്യ സംഖ്യ? 2ആണ്. ഓക്കെ, വെരി ഗുഡ്. 2ആണ് ആദ്യത്തെ അഭാജ്യ സംഖ്യയായിട്ട് വരുന്നത്. അപ്പോൾ അഭാജ്യ സംഖ്യകളുടെ ശ്രേണി ഒന്ന് എഴുതുകയാണെങ്കിൽ 2 അഭാജ്യ സംഖ്യയാണ്. അഭാജ്യ സംഖ്യകളുടെ കൂട്ടത്തിൽ ഇരട്ടസംഖ്യയായിട്ട് ആകെ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഈ തുടക്കത്തിലുള്ള 2ആണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന അഭാജ്യ സംഖ്യകളുടെ കൂട്ടത്തിലൊന്നും ഇരട്ടസംഖ്യ, ഈവൻ നമ്പർ ഇല്ല. തൊട്ടടുത്തുള്ള 3 ഒരു അഭാജ്യ സംഖ്യയാണ്. ആണോ? ആണ്. 3 അഭാജ്യ സംഖ്യ. കാരണം ഒരു 3 3ആണ്. 4 അഭാജ്യ സംഖ്യയാണ്. അല്ല. എന്തുകൊണ്ടാണ്? ഒരു 4 4 മാത്രമല്ല, 1ഉം 4ഉം ഘടകമാണ്. അത് മാത്രമല്ല 2 2ഉം 4ആണ്. അതുകൊണ്ട് 4ഇല്ല, 5 ഉണ്ട്. എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 6 ഘടകമില്ല. കാരണം 2 3 6ആണ്. 7 8ഇല്ല, 9ഇല്ല, 10ഇല്ല. 11ന് ഒരു 11 മാത്രമേ ഘടകങ്ങളുള്ളൂ. വേറെ എണ്ണൽ സംഖ്യകളൊന്നും ഘടകങ്ങളായിട്ടില്ല. പിന്നെ 12 ഉണ്ടോ? ഇല്ല. 13 ഉണ്ട്. ഈ രീതിയിലാണ് അഭാജ്യ സംഖ്യകളുടെ ശ്രേണിയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ കൂട്ടത്തിൽ അഭാജ്യ സംഖ്യകളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് അഭാജ്യ സംഖ്യകളുടെ ശ്രേണി എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ നിയമം എന്താണ്? ഈ ശ്രേണിയുടെ നിയമം അഭാജ്യ സംഖ്യകൾ മാത്രമേ നമ്മൾ ആ ശ്രേണിയിൽ ഓർഡറിൽ എഴുതിയിട്ടുള്ളൂ. ഇനി അതായത് ഒന്നാമത്തെ അഭാജ്യ സംഖ്യ, രണ്ടാമത്തെ അഭാജ്യ സംഖ്യ, മൂന്നാമത്തെ അഭാജ്യ സംഖ്യ, നാലാമത്തത്, അഞ്ചാമത്തത്, ആറാമത്തത്. അതാണ് നമ്മൾ ശ്രേണിനെ കുറിച്ച് പറഞ്ഞത്. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങിയിട്ട് ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത് എന്നിങ്ങനെ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റിയ ഒരു പ്രത്യേക നിയമം അനുസരിച്ച് എഴുതാവുന്ന സംഖ്യകളാണ് സംഖ്യകളുടെ കൂട്ടമാണ് ശ്രേണികൾ. ഇനി നമുക്ക് വേറൊരു ശ്രേണി നമുക്ക് കണ്ടെത്താൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട് 21/37 എന്ന് പറഞ്ഞ സംഖ്യ. 21നെ 37 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ആ സംഖ്യയിലുള്ള ഉത്തരങ്ങൾ, അതിൽ വരുന്ന അക്കങ്ങൾ നമുക്ക് ശ്രേണിയായിട്ട് എഴുതുകയാണെങ്കിൽ, നിങ്ങൾ കാൽക്കുലേറ്ററിലൊക്കെ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ആൻസർ മനസ്സിലാവും. അതിലുള്ള അക്കങ്ങൾ എങ്ങനെ വരും? 5 6 7, 5 6 7, 5 6 7. ഈ രീതിയിലാണ് ഇതിൻ്റെ ആൻസർ മുന്നോട്ട് പോവുക. 0 പോയിന്റ് വെച്ചിട്ടാവും തുടങ്ങുന്നുണ്ടാവുക. പോയിന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ ദശാംശ ഭാഗത്തുള്ള സംഖ്യകൾ നമ്മൾ എഴുതുകയാണെങ്കിൽ അതിലുള്ള സംഖ്യകൾ 5 6 7, 5 6 7, 5 6 7 എന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. പക്ഷെ ഞങ്ങൾ കാൽക്കുലേറ്ററിൽ ഒരു പക്ഷെ അടിക്കുന്ന സമയത്ത് ഈ ലാസ്റ്റ് 5 6 7 ഉള്ള ഈ ഇവിടെ 5 5 കൂടുതലായതുകൊണ്ട് 1 കൂട്ടിയിട്ട് ഇതിൽ 5 7 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ട് ആ സംഖ്യകളെ മാത്രം 21/37 ദശാംശ സ്ഥാനത്തുള്ള സംഖ്യകളെ ശ്രേണിയാക്കി എഴുതിയതാണ്. അതാണ് ഈ ശ്രേണി. മറ്റൊരു ശ്രേണി നമ്മൾ പൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഭിന്നക സംഖ്യനെ കുറിച്ച് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ പൈ എന്ന് പറഞ്ഞ സംഖ്യൻ്റെ ദശാംശ സ്ഥാനം കണ്ടുപിടിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതിൻ്റെ ദശാംശ സ്ഥാനം അവസാനിക്കില്ല. അപ്പോൾ പൈയിലുള്ള സംഖ്യകൾ, അക്കങ്ങൾ ക്രമത്തിൽ എഴുതുകയാണെങ്കിൽ അതും ഒരു ശ്രേണിയാണ്. പൈയിലുള്ള അക്കങ്ങൾ 3.14 അപ്പോൾ 3 1 4 1 5 9 2 6. ഈ രീതിയിലാണ് സംഖ്യകൾ പോകുന്നത്.
വേറൊരു ശ്രേണി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. എങ്ങനെയായിരിക്കും നമുക്ക് എഴുതാൻ പറ്റുക? ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി. അപ്പം ഫസ്റ്റത്തെ സംഖ്യ ഏതായിരിക്കും? ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ സംഖ്യ 11. ശരിയാണ്. 11ൻ്റെ മുമ്പായി ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യ 1 ഉണ്ട്. 1 തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ ഒന്ന് തന്നെ ആയതുകൊണ്ട് ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1 ഉണ്ട്. 11, 21, ഓക്കെ, 31, 41 ഈ രീതിയിൽ പോകും. ഈ സംഖ്യകളുടെ കൂട്ടം ഇതും ശ്രേണിയാണ്. ഇതിൻ്റെ നിയമം 1ൽ നിന്ന് തുടങ്ങി 10 കൂടി കൂടി പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ നിയമം. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ശ്രേണിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ ശ്രേണിയിലെ ഓരോ പദത്തെയും 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 1 ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ 10 കൊണ്ട് ഹരിച്ച ശിഷ്ടം 1, 21ന് 10 കൊണ്ട് 2 10 20 ശിഷ്ടം 1, 3 10 30 ശിഷ്ടം 1, 4 10 40 ശിഷ്ടം 1. ഈ 1ന് ഫസ്റ്റത്തെ സംഖ്യ 1, 1ന് 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എത്രയായിരിക്കും? 1 തന്നെ ആയിരിക്കും. കാരണം 1ൽ 10 ഇല്ലല്ലോ. 1നെ 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 1ൽ 10 ഇല്ല, 0 പ്രാവശ്യമുള്ളൂ. അതുകൊണ്ട് ശിഷ്ടം എത്ര തന്നെയാണ്? 1 തന്നെയാണ്. അതുകൊണ്ട് ഈ ശ്രേണീൻ്റെ പ്രത്യേകത 10 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 കിട്ടുന്ന ശ്രേണിയാണ്. കാരണം 10 കൂടി കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? 10 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം കിട്ടുന്ന ശ്രേണിയെന്നും ആ ശ്രേണിനെ കുറിച്ച് നമുക്ക് പറയാം. ചുരുക്കത്തിൽ നമ്മൾ ഈ പാഠം ശ്രേണികളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. ശ്രേണികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ശ്രേണി എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത് എന്നിങ്ങനെ ഒരു പ്രത്യേക നിയമമനുസരിച്ച് മുന്നോട്ട് പോകുന്ന സംഖ്യകളുടെ കൂട്ടമാണ് ശ്രേണികൾ, അതായത് സീക്വൻസ്. ഇതാണ് ഈ നമ്മുടെ ഒന്നാമത്തെ സമാന്തര ശ്രേണികൾ എന്നുള്ള പാഠത്തിൽ ഒന്നാമത്തെ ടോപ്പിക്ക്. അപ്പോൾ ഈ പാഠഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒന്നാമത്തെ പാഠഭാഗത്തിൻ്റെ ടോപ്പിക്കിൻ്റെ താഴെയായിട്ട് കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഫുള്ളായിട്ട് ചെയ്തിട്ട് വരണം. എന്നാലേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് തന്നെ വിലയിരുത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ പഠിക്കാനും നമ്മുടെ ചിന്തയും ബുദ്ധിയും വർദ്ധിക്കാനും നമ്മൾ ഇതുപോലെയുള്ള എക്സസൈസിലുള്ള പ്രവർത്തനങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. നമ്മൾ ഗൈഡ് ഉപയോഗിച്ചിട്ടോ അതുപോലെ തന്നെ ആരോടെ നിന്ന് കോപ്പി അടിച്ചിട്ടോ ഒന്നും ചെയ്യാൻ പാടില്ല. സ്വന്തമായിട്ട് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തുന്നത് വരെ നമ്മൾ ചിന്തിക്കണം. ഒരിക്കലും കണ്ടെത്തുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആരുടെയെങ്കിലും എങ്ങനെയാണ് ഇതിൻ്റെ ചെയ്യുക എന്നുള്ള രീതി നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ ശേഷമുള്ള എക്സസൈസ് പ്രവർത്തനങ്ങൾ, പരിശീലന പ്രവർത്തനങ്ങൾ എല്ലാവരും ഫുള്ളായിട്ട് ചെയ്തിട്ട് വരും. ഓക്കെ, താങ്ക്സ്.